വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ചെറിയ പിക്ചർ എടുത്തു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. സുഹൃത്തുക്കളെ, ടി സിദ്ദിഖ് ഇത്രയും വൈകാരികമായി സംസാരിക്കാൻ കാരണം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് സംസാരത്തിലേക്ക് കടക്കാം. ഇതിന്റെ ലേഔട്ട് കണ്ടില്ലേ? ആ എന്താ സംഭവം? നിങ്ങൾക്കത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ചില ആളുകൾക്ക് പറഞ്ഞുതരാം. ആ ഹോസ്പിറ്റൽ വാഹനത്തിൽ ഒരു ആംബുലൻസ് ഇരിക്കുന്ന കുട്ടിയുടെ പേര് ശ്രുതി എന്നാണ്. നമ്മുടെ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവൾ, അച്ഛനെയും അമ്മയെയും എല്ലാവരെയും നഷ്ടപ്പെട്ടവൾ. അതെല്ലാം കഴിഞ്ഞ് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ച ഒരാളുണ്ടായിരുന്നു, പയ്യനുണ്ടായിരുന്നു. അവസാനം ആ പയ്യനുമായിട്ടുള്ള വിവാഹം കൂടി ഉറപ്പിക്കുന്നു. കേരളം മുഴുവൻ അതൊരു സന്തോഷ വാർത്ത എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. അവർ വീണ്ടും ഒരു ആക്സിഡന്റിൽ പെടുന്നു. ആ പയ്യൻ കൂടി മരണപ്പെടുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരത്താണിയുമില്ല എന്ന് നിൽക്കുന്ന സമയത്താണ് ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടി സിദ്ദിഖിനെ ഈ പാവം ശ്രുതി പറഞ്ഞത് ഏട്ടനൻ, സഹോദരൻ എന്നാണ്. ആ ടി സിദ്ദിഖ് പോയിട്ട് ബ്ലൂ പ്രിന്റ് കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്ക് വെച്ചു കൊടുക്കാൻ പോകുന്ന വീടിന്റെ ബ്ലൂ പ്രിന്റും മറ്റും കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ലേഔട്ട് കണ്ടില്ലേ? വീടിന്റെ ലേഔട്ട് എന്ന് എന്നല്ല പറഞ്ഞേ, അല്ലേ? അപ്പൊ കോൺഗ്രസ് വെച്ചു കൊടുക്കാൻ പോകുന്ന വീടിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഔട്ട് കാണിച്ചു കൊടുക്കുന്ന ആർക്ക്? ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകൊച്ചിന്. അവള് ആ ഒരു അപകടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഇത് കേക്ക്. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ചെറിയ പിക്ചർ എടുത്തു. ഇതിനേക്കാൾ നല്ലത് ആ VD സതീശൻ ചേട്ടൻ തന്നെയല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇനി ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് തരാം. വയനാട് തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ വർത്തമാനമാണ്. കണക്കുകളും മറ്റും കയ്യിലുള്ള ഇവരെ പോലെ 54 കോടിയോളം ഒരു സാധനം നോക്കി, സ്റ്റേ വിത്ത് വയനാട്. ഇത് കോൺഗ്രസ്സുകാർ പിരിച്ചിരുന്ന ആപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ആ പിരിവിന്റെ ഏതോ ഒരു സമയത്ത് ആരോ പുറത്തുവിട്ട ഒരു കണക്കാണ്. ആ പിരിവിനിടയ്ക്ക് ഏകദേശം 54 കോടിയോളം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ പോയത്? 54 കോടി ഇപ്പൊ പൊടി പോലും കാണാനില്ല. ഇപ്പോൾ വെറും 5 കോടി. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ പ്രസ്ഥാനം കോൺഗ്രസ്, കേരളത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്, അവർ ഒരു ദുരിതബാധിതർക്ക് വേണ്ടി പിരിക്കാൻ ഉപയോഗിച്ച ആപ്പിലേക്ക് വെറും 5 കോടിയേ എത്തിയിട്ടുള്ളൂ എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 25 കോടി എങ്ങാണ്ട് 2 ദിവസം കൊണ്ട് ഒരിക്കൽ നമ്മൾ പിരിച്ചെടുത്തിട്ടില്ലേ നമ്മൾ മലയാളികൾ, ഒരാളെ ജീവൻ രക്ഷിക്കാൻ? ഇല്ലേ? 25 കോടി ഒറ്റ ദിവസം കൊണ്ട്, 1-2 ദിവസം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകൾ ഇറങ്ങിയിട്ട്. അങ്ങനെയുള്ള ഈ കേരളത്തിൽ വെറും 5 കോടിയേ ഇവരെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം. ഇനി സംഗതി അവിടെ നിൽക്കട്ടെ. വയനാട് തന്നെയുള്ള വേറൊരു മനുഷ്യന്റെ ഒരു ഉത്തരവുണ്ട്, അത് കേൾക്കണം. ആശുപത്രി കിടക്കയിൽ നിന്ന് വന്ന ശ്രുതിയോട് ആ ദിവസം MLA ആണ് ഇതിന്റെ ലേഔട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് 120 ദിവസം കൊണ്ട് വീട് നിർമ്മിച്ചുവെന്ന് പറയുന്നത്. ഉത്തരവാദിത്തമില്ലേ MLA? അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ശ്രുതി ടൗൺഷിപ്പിൽ നിന്നും വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ വെച്ച് വാങ്ങിപ്പോയത്. തിരികെ ആ വീട് കിട്ടാതപ്പോ ശ്രുതിക്ക് ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടി വന്നത്. എന്തിനാണ് ഇങ്ങനെ ശ്രുതിയെ പോലെയുള്ളൊരു പെൺകുട്ടിയെ, ദുരന്ത ബാധിതരെ എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് പറ്റിക്കുന്നത്? മറ്റാരുണ്ട്? LDF അല്ല. ഇതാണ് അവിടുന്ന് കിട്ടുന്ന വേറൊരു വാർത്ത.
അങ്ങനെയുള്ള സമയത്താണ് ഒരു മടിയും കൂടാതെ ഇങ്ങനെ നുണ പറയുന്നത്. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിങ്ങനെ കേൾക്കുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചു. കണ്ടില്ലേ? എന്താ സംഭവം? ഒരു പാവം പെൺകുട്ടിയെ മോഹിപ്പിക്കുന്നത് കണ്ടില്ലേ? ആ പെൺകുട്ടി തനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു വീട് അതാണെന്നും വിചാരിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന ആ 15 ലക്ഷവും വാങ്ങിച്ചു പോയതാണ് ആ പാവം പെൺകുട്ടി. അവസാനം കോൺഗ്രസിൽ നിന്ന് വീട് കിട്ടില്ല എന്ന് അവൾക്ക് നേരത്തെ മനസ്സിലായി. അവൾ അപേക്ഷ വീണ്ടും ഗവൺമെന്റ് വീട് കിട്ടാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് അവിടുത്തെ റസാഖ് എന്ന് പറയും, റഫീഖ് സംതിങ് ലൈക്ക് ആ ഒരു നേതാവാണ് പുറത്തുവിട്ടത്. ഇനിയും കേൾക്കുക നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ കണക്ക് ലോകൈക കള്ളക്കണക്കാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഒന്ന്, സ്ഥലം വാങ്ങാൻ 5 കോടി ചെലവായി. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞാണോ? ആര് പറഞ്ഞു? ഉടനെ രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വരുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പേരിൽ പണം പിരിച്ച് അത് മോഷ്ടിച്ച് 2ാം വട്ടം പിരിക്കാൻ ഈ വിമർശനത്തെ അവർ അവസരമാക്കി. ഇത് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെയോ വിമർശനത്തിന്റെയോ ആവശ്യമില്ല. അത് തന്നെയാണ്. ഇനി ആരുടെയും ചോദ്യത്തിന്റെ വിമർശനം ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ നുണ പറയുമ്പോൾ അപ്പൊ ഇതെന്താണ് എന്നാണ് ഞാനൊക്കെ ചോദിക്കുന്നത്. താങ്കൾ അവിടെ നുണ പറയുമ്പോൾ ഈ വീഡിയോയിൽ താങ്കൾ പറഞ്ഞത് ഏത് വീടിനെ കുറിച്ചിട്ടാണ്? താങ്കളുടെ വീട്, താങ്കൾ പുതുതായിട്ട് വെക്കാൻ പോകുന്ന വീടിന്റെ ഭംഗി കാണിച്ചു കൊടുത്തതാണോ? അതോ കേരള ഗവൺമെന്റ് വെക്കാൻ പോകുന്ന വീടിന്റെ ഭംഗി കാണിച്ചു കൊടുത്തതാണോ? അതോ നിങ്ങൾ ഓഫർ ചെയ്ത വീടിന്റെ ഭംഗി കാണിച്ചു കൊടുത്തതാണോ ആ പാവം പെൺകുട്ടിക്ക്? ആ കിടന്ന കിടപ്പിൽ അവൾ അത് കണ്ടുകൊണ്ട് ചിരിക്കുന്നു കണ്ടില്ലേ? ആ ഒരു ചിരിയെപ്പോലും നിങ്ങൾ വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അവളെ, അവളുടെ ആ ചിരിയെ, അവളുടെ ദൈന്യതയെ, വയനാട്ടുകാരുടെ വിഷമതകളെ മുഴുവൻ വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനു വേണ്ടി മാത്രം പക്ക പൊളിറ്റിക്സ്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. 2ാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. ഈ കൊള്ള എനിക്ക് വന്നു ഇരട്ട കൊള്ളയിലും നിൽക്കൂലാതെ തോന്നുന്നു. പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും. ചതുഷ്കോണ കൊള്ളാന്നോ പഞ്ചകോണ? എന്തായാലും ഇതൊരു അതിഭീകരമായിട്ടുള്ള സംഘടന തന്നെയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇനി ഒരു സംഗതി കൂടി വെറുതെ ഇന്ദ്രൻ ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നില്ലേ. മാർച്ച് 26-ന് UDF സർക്കാർ ആദ്യ പരിപാടി മുണ്ടയ്ക്കൽ ചൂരൽമല വീടുകളുടെ പൂർത്തീകരണം. KC വേണുഗോപാൽ. മാർച്ച് 28 കോൺഗ്രസ് വയനാട്ടിൽ സ്ഥലം വാങ്ങി കല്ലിട്ട് പണി തുടങ്ങി VD സതീശൻ. ഏപ്രിൽ 4 വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല. സണ്ണി ജോസഫ്. ബൈ.